സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവലാണ് ഞാൻ വായിച്ചത്. ഈ നോവലിലൂടെ ബഷീർ ഒരു സാധാരണ കുടുംബത്തെ അതേപടി ആവിഷ്കരിക്കുന്നു. സ്വന്തം കുടുംബകഥയാണ് പറയുന്നതെങ്കിലും ഇതിലെ മുഖ്യ കഥാപാത്രം ബഷീറിന്റെ അനുജത്തിയായ പാത്തുമ്മയുടെ ആടാണ്. സമാധാനവും സ്വസ്ഥതയും തേടി സ്വന്തം വീട്ടിലെത്തിയ ബഷീർ ചെന്നുപെട്ടത് ബഹളങ്ങളുടെ ഒത്തുനടുക്കാണ്. ഉമ്മയും അനുജന്മാരും അനുജത്തിമാരും അവരുടെ കുടുംബവും എല്ലാം ചേർന്ന് ഏകദേശം 18ഓളം ആളുകൾ 2 മുറികൾ മാത്രമുള്ള ഒരു കൊച്ചു വീട്ടിൽ ഇണങ്ങിയും പിണങ്ങിയും കഴിയുകയാണ്. തീർന്നില്ല, വളർത്തുന്നതും അല്ലാത്തതുമായ പക്ഷിമൃഗാദികൾ വേറെയുമുണ്ട്. ഓരോ കഥാസന്ദർഭത്തിലും മനുഷ്യരെയും പ്രകൃതിയെയും പക്ഷിമൃഗാദികളെയും ഒത്തിണക്കി ഒരു സുന്ദരമായ ആസ്വാദനം ബഷീർ സാധ്യമാക്കുന്നു. കഥയിലെ പ്രമേയം ദാരിദ്ര്യമാണ്. കുടുംബാംഗങ്ങളുടെ കണ്ണിൽ ബഷീർ ഒരു സമ്പന്നനാണ്. ഉമ്മയും അനുജന്മാരും അനുജത്തിമാരും എന്തിന് അയൽക്കാരി പെണ്ണുങ്ങൾ വരെ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് ബഷീറിന്റെ കയ്യിൽ നിന്നും പണം പിടിച്ചെടുക്കുന്നുണ്ട്. ഇത്തരം ദയനീയ അവസ്ഥകൾ വളരെ നർമ്മം കലർത്തിയാണ് ബഷീർ വിവരിക്കുന്നത്. പകലന്തിയോളം കുടുംബത്തിനു വേണ്ടി പണിയെടുക്കുന്ന സ്ത്രീകൾക്ക് വിശപ്പടക്കാൻ കിട്ടുന്നത് കപ്പപ്പുട്ടും വാട്ടച്ചായയുമാണ്. ഇരുമ്പൻ പുളിയും ചാമ്പങ്ങയും വിറ്റ് കാശാക്കാൻ നോക്കുന്ന ഉമ്മയും ചന്തയിൽ പോയി ചാമ്പങ്ങകൾ വിൽക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളും കുടുംബം നോക്കാൻ വേണ്ടി പാടുപെടുന്ന അബ്ദുൾ ഖാദറും മറ്റുള്ളവരുടെ ചിലവിൽ സുഖിച്ചു ജീവിക്കുന്ന ഹനീഫയും സ്വന്തം മകൾക്ക് പോലും കൊടുക്കാതെ ആട്ടിൻപാൽ വിറ്റ് കാശാക്കാൻ നോക്കുന്ന പാത്തുമ്മയും നൂല് പോലുള്ള വൃത്തിക്കാരനായ അബുവും നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകില്ല. സ്വന്തം ബാല്യകാലവും ബഷീർ ഇതിൽ വിവരിക്കുന്നുണ്ട്. ഉമ്മയുടെയും ബാപ്പയുടെയും അനുജന്മാരുടെയും കൂടെ കഴിഞ്ഞ ബാല്യകാലം വായിക്കുമ്പോൾ നമ്മുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിടരുന്നു. ഓരോ തവണ വായിക്കുമ്പോഴും പുതിയ പുതിയ വായനാനുഭവവും അർത്ഥതലങ്ങളും ലഭിക്കുന്ന പാത്തുമ്മയുടെ ആട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബഷീർ കൃതിയാണ്. ലളിതമായ ഭാഷയും നാടൻ ശൈലിയും ഏതു പ്രായക്കാർക്ക് വേണമെങ്കിലും വായിച്ചാസ്വദിക്കാം. നിങ്ങൾ എല്ലാവരും ഈ പുസ്തകം ഒരിക്കലെങ്കിലും വായിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.